മെഡിക്കൽ ടേംസ് മെഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മസിൽസിൻ്റെ ടൈപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ 3 ടൈപ്സ് ഓഫ് മസിൽസ് ആണ് ഉള്ളത്. ഓക്കെ, നമുക്കറിയാം മസിൽസ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ ഏറ്റവും നമുക്ക് ആവശ്യമുള്ള ഓർഗൻസ് ആണ്. സോ ഈ മസിൽസ് ഓരോ ഭാഗങ്ങളിലും, ഇപ്പോൾ നമ്മുടെ ബോഡിയുടെ തന്നെ പല ഭാഗങ്ങളിലും നമുക്ക് മസിൽസിനെ കാണാം. അപ്പോൾ അവരെ കാണുന്ന ലൊക്കേഷൻ അനുസരിച്ചും പിന്നെ അവരുടെ ഒരു പ്രവർത്തന രീതിയൊക്കെ അനുസരിച്ചും ആണ് നമ്മൾ ഈ 3 ടൈപ്സ് ആയിട്ട് മസിൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ബോഡിയിലെ 3 തരം മസിൽസ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ടൈപ്പ് ഇസ് കോൾഡ് സ്കെലിറ്റൽ മസിൽ, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് വോളണ്ടറി മസിൽ, അതും അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയും. ഉണ്ടോ, ഒരേ മസിലിൻ്റെ തന്നെ 3 പേരുകളാണിത്. സ്കെലിറ്റൽ മസിൽ എന്ന് പറയും, അല്ലെങ്കിൽ വോളണ്ടറി ഓർ സ്ട്രയേറ്റഡ്. അപ്പോൾ ഈ 3 പേരുകളും ഈ മസിലിൻ്റെ ഒരു 3 ഫീച്ചേഴ്സിനെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്കെലിറ്റൽ എന്ന് പറയാൻ കാരണം അത് ബോൺസിലാണ് നമ്മളെപ്പോഴും കാണുക. സ്കെലിറ്റൽ മസിൽസ് എപ്പോഴും ബോൺസിൽ, സ്കെലിറ്റണിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുക. അതുകൊണ്ട് അവരെ സ്കെലിറ്റൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി അവരെ വോളണ്ടറി മസിൽ എന്നും വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ കയ്യിലും കാലിലും ഒക്കെയുള്ള മസിലുകളെ നമ്മളാണ് മൂവ് ചെയ്യിപ്പിക്കുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് അവരെ നമുക്ക് വോളണ്ടറി മസിൽ എന്ന് വിളിക്കാൻ പറ്റുന്നത്. ബിക്കോസ് വോളണ്ടറിലി കൺട്രോൾഡ് ആണ്, നമ്മുടെ ഒരു കോൺഷ്യസ് കൺട്രോളിലാണ് അവരെപ്പോഴും വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി അവരെ നമ്മൾ സ്ട്രയേറ്റഡ് മസിൽ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അവരുടെ ഒരു മൈക്രോസ്കോപ്പിക് അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രയേറ്റഡ് എന്ന പേര് കൊടുക്കുന്നത്. കാരണം സ്ട്രയേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈൻ ഉള്ളതുപോലെ, വരകൾ ഉള്ളതുപോലത്തെ, സ്ട്രൈപ്ഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ സ്ട്രയേറ്റഡ്. കാരണം ഈ മസിൽ സെല്ലുകളെ, മസിൽ ഫൈബർ എന്നാണ് ഈ മസിൽ സെല്ലുകൾ, സ്കെലിറ്റൽ മസിൽ സെല്ലുകൾ ഇങ്ങനെ നീളത്തിലിരിക്കുന്നത് കൊണ്ട്, നാരുകൾ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മസിൽ സെല്ലെന്നും പറയും, മസിൽ ഫൈബർ എന്നും പറയും. സോ ഈ മസിൽ ഫൈബറിൻ്റെ സൈറ്റോപ്ലാസത്തിലൊക്കെ നമുക്ക് പ്രോട്ടീൻ ഫിലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ആക്റ്റിൻ, മയോസിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ആ ഒരു അറേഞ്ച്മെൻറ്റ് കൊണ്ട്, ഓക്കെ, ഇങ്ങനെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള മയോഫിലമെൻറ്റ്സ് ആണ് ഇവർ. അപ്പോൾ അങ്ങനെ ആ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് വരുന്നത് കൊണ്ട് നമുക്ക് ഒരു വരകളുള്ളതുപോലെ തോന്നും ഇവരെ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ. അപ്പോൾ ആ വരകൾ ഇട്ടതുപോലത്തെ അപ്പിയറൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിവരെ സ്ട്രയേറ്റഡ് എന്ന പേര് വിളിക്കുന്നത്. സ്ട്രൈപ്ഡ് അല്ലെങ്കിൽ സ്ട്രയേറ്റഡ്, ഇങ്ങനെ ബാൻഡ്സ് ഓർ ലൈൻസ് പോലെ കാണുന്ന ഒരു അപ്പിയറൻസ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് മസിൽ. സോ ഈ മസിലിൻ്റെ 3 ഫീച്ചേഴ്സ് ആ 3 പേരുകളിലായിട്ട് നമുക്ക് കാണാം. ഓക്കെ, സ്കെലിറ്റൽ ബിക്കോസ് ദേ ആർ ഫൗണ്ട് ഓൺ ദ സ്കെലിറ്റൺ, ഫൗണ്ട് അറ്റാച്ച്ഡ് ടു ദ സ്കെലിറ്റൺ. Then voluntary because they are voluntarily controlled. Okay, then they are having a microscopic appearance in which there are striae or the lines or bands. അതുകൊണ്ട് സ്ട്രയേറ്റഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് മസിലിലേക്ക് വരാം. അതാണ് വിസറൽ. ഓക്കെ, എഗെയിൻ ആ മസിൽ എവിടെയാണ് കാണുന്നത് അനുസരിച്ച് മസിലിൻ്റെ പേര് സ്കെലിറ്റലിന് പകരം വിസറൽ എന്ന് പറയും. വിസറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആണ്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻ, നമ്മുടെ ആന്തരിക അവയവങ്ങൾ എന്ന് പറയുമല്ലോ, ആ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഒരു കളക്റ്റീവ് നെയിമാണ് വിസറ. അപ്പോൾ ഈ വിസറകളുടെ ഭിത്തികളിൽ കാണുന്ന മസിൽസ് ആയതുകൊണ്ടാണ് അവരെ നമ്മൾ വിസറൽ മസിൽ എന്ന് പറയുന്നത്. ദേ ആർ ഫൗണ്ട് ഓൺ ദ വാൾ ഓഫ് ദ വിസറ. വിസറ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട്, അല്ലെ നമ്മുടെ ഈസഫാഗസ്, സ്റ്റൊമക്, ഇൻറ്റസ്റ്റൈൻസ്, അതുപോലെ നമ്മുടെ യൂറിനറി ട്രാക്ട്, നമ്മുടെ ജെനിറ്റൽ ട്രാക്ട്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, അതേപോലെ നമ്മുടെ ബ്ലഡ് വെസൽസ്, ഗ്ലാൻസ്, ഇതുപോലെയുള്ള ഓർഗൻസിൻ്റെ ഒക്കെ ഭിത്തികളിൽ ആണ് നമ്മൾ ഈ വിസറുകളെ കാണുക. ഓക്കെ, സ്മൂത്ത് മസിൽസിനെ അല്ലെങ്കിൽ വിസറൽ മസിൽസിനെ കാണുക. അപ്പോൾ അതുകൊണ്ടാണ് അവരെ നമ്മൾ വിസറൽ എന്ന പേര് കൊടുക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സ്കെലിറ്റൽ മസിൽ ഇവരെ വിളിക്കുന്നത് വിസറൽ ബിക്കോസ് ദേ ആർ ഫൗണ്ട് ഓൺ ദ വാൾസ് ഓഫ് ദ വിസറ. ഇനി അവരുടെ ഫങ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇൻവോളണ്ടറി ആണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ സ്കെലിറ്റൽ മസിൽ. സ്കെലിറ്റൽ മസിൽ വോളണ്ടറി ആണ്, ഇവർ ഇൻവോളണ്ടറി മീൻസ്
നമ്മുടെ കൺട്രോളിലല്ല അവർ പ്രവർത്തിക്കുന്നത്. നമ്മളിതൊന്നും അറിയുന്നില്ല അല്ലേ. നമ്മൾ ഫുഡ് സ്വോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് എങ്ങനെയാണ് പോകുന്നത്, സ്റ്റമക്കിലെത്തുന്നത്, ഇൻറ്റസ്റ്റൈൻസിലെത്തുന്നത് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കൺട്രോളിലുമല്ല. അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുമില്ല. അത് നമ്മുടെ ബോഡി തന്നെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യുന്നു. അപ്പം അങ്ങനെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമ്മുടേതായ കൺട്രോളിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന മസിൽസിനെയാണ് നമ്മൾ ഇൻവോളണ്ടറി എന്ന് പറയുന്നത്. ആവശ്യമനുസരിച്ച് അവരങ്ങ് ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊള്ളും. ഓക്കെ, ആ മൂവ്മെൻറ്റ്സിൻ്റെ സ്പീഡ് കൂടേണ്ടപ്പോൾ കൂടുന്നു, അല്ലെങ്കിൽ കുറയേണ്ടപ്പോൾ അത് കുറയുന്നു. പെരിസ്റ്റാൾസിസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ ഭിത്തികളിലുള്ള മസിലുകൾ, പ്രത്യേകിച്ച് ആർട്ടറികളുടെയൊക്കെ ഭിത്തികളിലുള്ള മസിൽ ചിലപ്പോൾ ചുരുങ്ങുന്നു, ചിലപ്പോൾ അത് വികസിക്കുന്നു. സോ അങ്ങനെയാണ് ഒരു ബ്ലഡ് പ്രഷറൊക്കെ നിയന്ത്രിക്കുന്നത്. നമുക്കൊരിക്കലും ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, ബിക്കോസ് വി കാൺ കൺട്രോൾ ദറ്റ് മസിൽസ് വിച്ച് ആർ ഫൗണ്ട് ഓൺ ദ ബ്ലഡ് വെസൽ വാൾ. ആ ബ്ലഡ് വെസൽ വാളിൻ്റെ ഭിത്തിയിലുള്ള മസിലുകളെ അത് ആ ഒരു ആവശ്യങ്ങളനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി ചുരുങ്ങുകയോ വികസിക്കുകയോ ഒക്കെ ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കൺട്രോളിലല്ലാതെ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഇവരെ നമ്മൾ എന്ത് പറയുന്നു, ഇൻവോളണ്ടറി മസിൽസ് ആണ്. ഓക്കെ, വിസറൽ ആൻഡ് ഇൻവോളണ്ടറി. ഓക്കെ, ഇനി ഇവരുടെ ഒരു മൈക്രോസ്കോപ്പിക് അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ സ്കെലിറ്റൽ മസിൽസിൻ്റെ ഇതുപോലെ ഒരു വരകളിട്ട ഒരു അപ്പിയറൻസ് കാണാൻ പറ്റില്ല. ഒരു പ്ലെയിൻ സൈറ്റോപ്ലാസമാണ്. അതുകൊണ്ട് നമ്മൾ അവരെ എന്ത് പറയുന്നു, നോൺ സ്ട്രയേറ്റഡ് ആണ്. സോ നോൺ സ്ട്രയേറ്റഡ് എന്ന് തന്നെയാണ് അതിനോട് വേറൊരു പേര് പറയുന്നതാണ് സ്മൂത്ത് എന്ന് പറയും. സ്ട്രയേ ഇല്ലാത്തത് കൊണ്ടൊരു സ്മൂത്ത് അപ്പിയറൻസ്. സോ ദേ ആർ ഓൾസോ നോൺ ആസ് സ്മൂത്ത് മസിൽ. ഓക്കെ, നോൺ സ്ട്രയേറ്റഡ് ആയതുകൊണ്ടാണ് സ്മൂത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ വിസറൽ മസിൽ. ഇപ്പോൾ വിസറയിൽ കാണുന്നു, ഇൻറ്റേർണൽ ഓർഗൻസിലാണ് കാണുന്നത്, ഇൻവോളണ്ടറി ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്, നമ്മുടെ കൺട്രോളിലല്ല. പിന്നെ അവരുടെ അപ്പിയറൻസ് വെച്ച് നോക്കിയാൽ അവർ സ്മൂത്ത് ആണ്, അല്ലെങ്കിൽ സ്ട്രയേകൾ ഇല്ലാത്തവരാണ്. ഓക്കെ, ആൻഡ് ദെൻ ഫൈനലി കംസ് ടു ദ തേർഡ് കാറ്റഗറി, കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ എന്ന് പറയുമ്പോൾ തന്നെ അഗെയിൻ നമുക്ക് ഒരു സംശയം തോന്നാം, എന്തുകൊണ്ട് ഹാർട്ട് ഈസ് ഓൾസോ വൺ ഓഫ് ദ വിസറ അല്ലേ, ഇൻറ്റേർണൽ ഓർഗൻസിൽ വരുന്നതല്ലേ ഹാർട്ടും. പക്ഷെ ഹാർട്ടിൻ്റെ മസിലിന് മറ്റ് രണ്ട് മസിലുകളിൽ നിന്നും ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാർഡിയാക് മസിലിനെ മാത്രം മൂന്നാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, മയോകാർഡിയം എന്ന് പറയില്ലേ, ഹാർട്ടിൻ്റെ ദ മിഡിൽ ലെയർ ഓഫ് ദ ഹാർട്ട് വാൾ അല്ലെ, ഏറ്റവും പുറത്ത് പെരികാർഡിയം, ഏറ്റവും അകത്ത് ഹാർട്ടിൻ്റെ ഇന്നർ കോട്ടിംഗ് ആയിട്ട് എൻഡോകാർഡിയം. ഈ രണ്ട് ലെയറുകളുടെയും ഇടയിലുള്ള ഹാർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലെയറാണ് നമ്മൾ മയോകാർഡിയം എന്ന് പറയുന്നത്. സോ ദാറ്റ് മയോകാർഡിയം ഇസ് മെയ്ഡ് ഓഫ് കാർഡിയാക് മസിൽ. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാറ്റഗറി. സോ ശരിക്കും ഒരു റൂൾ അനുസരിച്ച് കാർഡിയാക് മസിൽ വിസറൽ മസിൽ ആവേണ്ടതാണ്, പക്ഷേ അതിന് വ്യത്യാസങ്ങളുണ്ട് വിസറൽ മസിലിന്. ഓക്കെ, ഒരു കാര്യം ഇവർ തമ്മിലൊരു സിമിലാരിറ്റി ഉള്ളത്, കാർഡിയാക് മസിലും ഇൻവോളണ്ടറി ആണ്. ഓക്കെ, നമ്മുടെ കൺട്രോളിലല്ലാതെ പ്രവർത്തിക്കുന്നതാണ് കാർഡിയാക് മസിൽ, ലൈക്ക് ദ വിസറൽ മസിൽസ്. പക്ഷേ എന്നാൽ ഇവരെ പോലെ സ്മൂത്ത് അല്ല, അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് അല്ല, മറിച്ച് സ്ട്രയേറ്റഡ് ആണ്. ആരെ പോലെ? സ്കെലിറ്റൽ മസിലിനെ പോലെ സ്ട്രയേറ്റഡ് അപ്പിയറൻസ് കാർഡിയാക് മസിലിനുമുണ്ട്. അപ്പോൾ അതാണ് ഇവരെ ഈ കണ്ടോ, ഈ രണ്ട് മസിലുകളുടെയും ഫീച്ചേഴ്സ് കാർഡിയാക് മസിലിനുണ്ട്. ഇൻവോളണ്ടറി ലൈക്ക് ദ വിസറൽ മസിൽ, പക്ഷേ എന്നാൽ സ്ട്രയേറ്റഡ് ലൈക്ക് ദ സ്കെലിറ്റൽ മസിൽ. അപ്പോൾ അതുകൊണ്ട് കാർഡിയാക് മസിലിനെ മൂന്നാമത്തെ ഒരു കാറ്റഗറിയിൽ വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ കാർഡിയാക് മസിൽ ആണ് മൂന്നാമത്തെ ടൈപ്പ്. ഇറ്റ് ഇസ് ഫൗണ്ട് ഓൺ ദ ഹാർട്ട് വാൾ. പിന്നെ അതിൻ്റെ ഫങ്ഷൻ ഇൻവോളണ്ടറി ആണ്, നമ്മുടെ കൺട്രോളിലല്ല, എന്നാൽ അതിന് സ്ട്രയേറ്റഡ് അപ്പിയറൻസ് ഉണ്ട് ലൈക്ക് ദ സ്കെലിറ്റൽ മസിൽ. അപ്പോൾ ഇൻവോളണ്ടറിയും സ്ട്രയേറ്റഡുമായിട്ടുള്ള ഒരേ ഒരു മസിൽ എന്ന് പറയുന്നത് ആരാണ്? കാർഡിയാക് മസിലാണ്. ഓക്കെ, ഇൻവോളണ്ടറി ആൻഡ് സ്മൂത്ത് ആണ് എപ്പോഴും വിസറൽ, വോളണ്ടറി ആൻഡ് സ്ട്രയേറ്റഡ് ആണ് എപ്പോഴും സ്കെലിറ്റൽ മസിൽ. പിന്നെ ഞാൻ ജസ്റ്റ് ഇവരുടെ ഒരു ഫങ്ഷൻസും കൂടെ ഓൾറെഡി പറഞ്ഞു, എന്നാലും പറയാം. സ്കെലിറ്റൽ മസിൽസ് എന്തിനാണുള്ളത്? നമുക്കറിയാം, സ്കെലിറ്റണിൽ ബോണിലാണല്ലോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ പ്രധാന ജോലി എന്താണ്? ബോൺസിനെ ലിഫ്റ്റ് ചെയ്യുക. ആ സ്കെലിറ്റൽ മസിൽസ് ചുരുങ്ങുമ്പോൾ അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോണുകളെ അവർ പിടിച്ചു പൊക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ മൂവ്മെൻറ്റ്സ്, ഈ പറഞ്ഞ വോളണ്ടറി മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്, ഈ സ്കെലിറ്റൽ മസിൽസിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ അതാണ് അവരുടെ ജോലി അല്ലേ. ദേ മൂവ് ഓർ ദേ ലിഫ്റ്റ് അപ്പ് ദ ബോൺസ് ആൻഡ് മേക്ക്
വോളണ്ടറി മൂവ്മെൻറ്റ്, നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ മൂവ് ചെയ്യാൻ അല്ലേ, കൈയും കാലും ഒക്കെ അനക്കാൻ. ഇനി വിസറൽ മസിലുകൾ ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനും അതുപോലെ അതായത് ഫുഡിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ, അതുപോലെ യൂറിനറി ട്രാക്റ്റിലാണെങ്കിൽ യൂറിനെ കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പോൾ ഈ യുറേറ്ററിലും യൂറിനറി ബ്ലാഡറിലും അതേപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ സ്റ്റൊമക്ക് അങ്ങനെയുള്ള ഓർഗൻസിലും, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, യൂട്രസ് പോലെയുള്ള ഓർഗൻസ്, അതുപോലെ ബ്ലഡ് വെസൽസ്, ആർട്ടറീസ് ആൻഡ് വെയിൻസ്. ആർട്ടറീസ് ആൻഡ് വെയിൻസിലേക്ക് ട്യൂണിക്ക മീഡിയ എന്ന് പറയും, ഒരു മിഡിൽ ലെയർ ഉണ്ട്. ഓക്കെ, ട്യൂണിക്ക ഇൻറ്റിമ ഇസ് എ ഇന്നർമോസ്റ്റ് ലെയർ, മീഡിയ ആണ് വെസലിൻ്റെ നടുക്കത്തെ ലെയർ, ഏറ്റവും പുറത്ത് ഒരു ഔട്ടർ ലെയർ ആണ് അഡ്വെൻറ്റീഷ്യ എന്ന് പറയും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ബ്ലഡ് വെസൽസ് പഠിച്ചപ്പോൾ. അപ്പോൾ ഈ ട്യൂണിക്ക മീഡിയ എന്ന് പറയുന്ന ബ്ലഡ് വെസലിൻ്റെ മിഡിൽ ലെയർ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വിസറൽ മസിൽ കൊണ്ടാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ ഇൻറ്റേർണൽ മൂവ്മെൻറ്റ് നടക്കുന്നത് ഈ മസിൽസ് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഫുഡ് മൂവ് ചെയ്യുന്നു, അതിനാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുക അല്ലേ. നമ്മൾ ഫുഡ് വിഴുങ്ങിക്കഴിഞ്ഞാൽ ഈസോഫാഗസിൽ നിന്ന് ഫുഡ് സ്റ്റൊമക്ക് വരെ എത്തുന്നു, പിന്നീട് അത് ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നു. എങ്ങനെയാണ്? ഇങ്ങനെ ഇൻവോളണ്ടറി കൺട്രാക്ഷൻസ്, ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു റിഥമിക് കൺട്രാക്ഷൻസ്. ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോൾ ഒരു പേസ്റ്റിൻ്റെ ട്യൂബിൽ നിന്ന് എടുക്കണമെങ്കിൽ അതിങ്ങനെ പ്രസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. അതേപോലെയാണ് ഈസോഫാഗസിൻ്റെ മുകളറ്റത്തിരിക്കുന്ന ഫുഡ്, അവിടെ ഒരു കൺട്രാക്ഷൻ വേവ് വരുമ്പോൾ ഒരു മിഡിൽ പാർട്ടിലേക്ക് പോകുന്നു. ദെൻ അവിടേക്ക് ഈ കൺട്രാക്ഷൻ വേവ് ചെല്ലും. സോ അവിടുന്ന് ആ ഫുഡിനെ തള്ളി അടുത്ത താഴത്തെ ഭാഗത്തേക്ക് എത്തും. ആൻഡ് ദെൻ ദ ഫുഡ് വിൽ ബി പുഷ്ഡ് ഇൻ ടു ദ സ്റ്റൊമക്ക്. അങ്ങനെ വ്യാപിച്ചു പോകുന്ന ഒരു വേവ് ഓഫ് കൺട്രാക്ഷനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. സോ പെരിസ്റ്റാൾസിസ് ഒക്കെ ആരാണ് പെർഫോം ചെയ്യുന്നത്? വിസറൽ മസിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ ഫങ്ഷൻ. ഈ പറഞ്ഞ ബ്ലഡ് വെസൽസ്, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റ്, യൂറിനറി ട്രാക്റ്റ്, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ്, ഈ പറഞ്ഞ മസിലുകളെല്ലാം വിസറൽ കാറ്റഗറിയിലാണ്. അപ്പോൾ ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്സ്, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ചെയ്യുന്നതാണ് ഇവരുടെ ജോലി. ആൻഡ് അഗെയിൻ ഹാർട്ട് മസിൽ ഇസ് അഗെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലേ, നമ്മുടെ ലൈഫിന് ഏറ്റവും ആവശ്യമുള്ള ഒരു മസിൽ അല്ലേ. ഒരു ചെറിയ സമയം അത് പണിമുടക്കിയാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസിലാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മസിൽ അല്ലേ, ഫ്രം നമ്മുടെ ജനിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നതാണ് മയോകാർഡിയം. ഓക്കെ, അപ്പോൾ അതാണ് ഹാർട്ടിൻ്റെ മൂവ്മെൻറ്റ്സ്, ഹാർട്ടിൻ്റെ പമ്പിങ്, ഹാർട്ടിന് ചേംബറുകൾ ഫില്ല് ചെയ്യുന്നു, പമ്പ് ചെയ്യുന്നു. ഇതിലൊക്കെ ആക്റ്റീവായിട്ട് ഇടപെടുന്നത് ആരാണ്? നമ്മുടെ കാർഡിയക് മസിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മസിൽസിൻ്റെ പ്രധാന ടൈപ്സ്. പിന്നെ പൊതുവേ നമ്മൾ സ്കെലിറ്റൽ മസിൽസിനൊക്കെ കവറിങ് ഉണ്ട്. കാരണം അത് ബോൺസിൽ അറ്റാച്ച് ചെയ്യുന്ന എക്സ്റ്റേർണലി വരുന്നത് കൊണ്ടൊക്കെ കവറിങ് ഉണ്ട്. ഫേഷ്യ എന്ന് പറയും. സ്കെലിറ്റൽ മസിൽസിൻ്റെ കവറിങ്ങിനാണ് ഒരു ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടുള്ള ഒരു എൻവലപ്പ് ഉണ്ട്, ഫേഷ്യ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതുകൂടി ഓർക്കുക. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ, താങ്ക് യു.